ഹലോ ഗായ്സ്, ഓൾ ഞാൻ മലയാളം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലാണ് വന്നത്. അതായത് റീൽസ് അഡിക്റ്റ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റാണ്. അതായത് ടിക്ടോക്കിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഡ്യൂറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ടിക്ടോക്കിൽ ഡ്യൂറ്റ് ബട്ട് ഇൻസ്റ്റഗ്രാമിൽ റീമിക്സ് ദിസ് റീൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് പുതിയൊരു അപ്ഡേറ്റാണ്. ഇപ്പോൾ ആരും തന്നെ അധികം അറിഞ്ഞു വരുന്നില്ല എന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നേരെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം ഇപ്പോൾ നമുക്ക് മറ്റൊരാളുടെ വീഡിയോ ആണ് റീൽസ് ആക്കി ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ ആണ് റീൽസ് ആക്കി ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ആ റീൽസ് സെലക്ട് ചെയ്യുക. റീൽസ് സെലക്ട് ചെയ്ത ശേഷം ആ റൈറ്റ് സൈഡ് മേലെ കാണുന്ന 3 ഡോട്ട് അല്ലെങ്കിൽ റീൽസായി വരികയാണെങ്കിൽ അവിടെ താഴെ കോർണറിൽ ഇങ്ങനെയാണ് റീൽസായി വരുന്നതെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ 3 ഡോട്ടിൽ തൊടുക. 3 ഡോട്ടിൽ തൊട്ട ശേഷം ഇവിടെ റീമിക്സ് ദിസ് റീൽ എന്ന് ഏറ്റവും അവസാനം കാണാൻ പറ്റും. ആ റീമിക്സ് ദിസ് റീൽ എന്ന് തൊട്ടതിന് ശേഷം തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ റീൽസ് ലെഫ്റ്റ് സൈഡിലും വരും, പിന്നെ റൈറ്റ് സൈഡ് ക്യാമറയായിട്ട് വരും. കണ്ടില്ലേ, ആ റീൽസ് ലെഫ്റ്റ് സൈഡും വന്നു, റൈറ്റ് സൈഡ് ക്യാമറയും വന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു അഥവാ ക്യാമറയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലെയിൻ സ്ക്രീൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളിതിപ്പോൾ അഭിനയിച്ച് അതായത് റീൽസ് പോലെ തന്നെ നമുക്ക് ഡ്യൂറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫുള്ള് റെക്കോർഡ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക. അതല്ല എനിക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യുക. അതിലേതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സാധാരണ നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന പോലെ ചൂസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ സംഭവം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആഡ് ചെയ്ത ശേഷം സാധാരണ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യണ പോലെ അപ്ലോഡ് ചെയ്യണം. എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിപ്പോൾ അപ്ലോഡായിട്ട് അല്ലെങ്കിൽ അപ്ലോഡല്ല, രണ്ടും കൂടി പ്രോസസ്സിങ് ആയ ശേഷം ഇങ്ങനെ വരും. ലെഫ്റ്റ് സൈഡും റീൽസ് വരും, റൈറ്റ് സൈഡും റീൽസ് വരും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ റീൽസാണ് വെച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ റീൽസ് വരും. ശേഷം നമുക്ക് ഇതിലിപ്പോൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. സാധാരണ പോലെ തന്നെ എല്ലാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിലൂടെ മാറ്റങ്ങൾ വരുത്താം. മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. ഈ ആരോ മാർക്കിൽ തൊടുക. ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ റീൽസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആ പേജിലോട്ട് വരും. ഇവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ടുള്ള അതിന് വെറുതെ ഷെയർ ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ അത് ഷെയർ ചെയ്തു. ഇനി ഇതല്ലാതെ അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത എന്താണ് ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം റീൽസ് ചെയ്യുകയെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഒരു റീൽസ് മറ്റൊരാളെ ഡ്യൂറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, അതായത് അയാൾ എൻ്റെ റീല് ഡ്യൂറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റീൽസ് ഏതാണോ സെലക്ട് ചെയ്ത ശേഷം ആ 3 ഡോട്ടിൽ തൊടുക. 3 ഡോട്ടിൽ തൊട്ട ശേഷം ഇവിടെ ഡിലീറ്റിന് തൊട്ട് താഴെ തന്നെയായിട്ട് ഡിസേബിൾ റീമിക്സിങ് എന്ന് കാണാൻ പറ്റും. ഈ ഡിസേബിൾ റീമിക്സിങ് അതായത് നമ്മളൊരു റീൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് എന്തായാലും എനേബിൾ ആയിട്ടാണ് വരിക. അപ്പോൾ അത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ റീമിക്സിങ് എന്ന് കൊടുത്തിട്ട് ഡിസേബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റാർക്കും തന്നെ റീമിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഡ്യൂറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ. ഇനി ആ റീൽസ് എനിക്ക് മനംമാറ്റം സംഭവിച്ചിട്ട് അത് ഇനി ആരെങ്കിലും ഡ്യൂറ്റ് ചെയ്തോട്ടെ എന്ന് താല്പര്യമുണ്ടെങ്കിൽ പിന്നെയും ആ 3 ഡോട്ടിൽ തൊടുക. പിന്നെ എനേബിൾ റീമിക്സിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എനേബിളായി കിട്ടും. അത് പിന്നെ ആർക്ക് വേണമെങ്കിലും റീമിക്സ് ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ മെയിൻ ഓപ്ഷൻ, നിങ്ങൾ ഈ വീഡിയോ ഞാനിപ്പോൾ പലതരം റീൽസ് ഇനി ഭാവിയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ റീൽസ് ഇനി ആരും ഒരിക്കലും എൻ്റെ റീൽസ് ഡ്യൂറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ സെറ്റിങ്സിലെ മാറ്റം വരുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചേഞ്ച് ആവില്ല. അപ്പോൾ സെറ്റിങ്സിൽ തൊട്ട ശേഷം പ്രൈവസിയിൽ തൊടുക. പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീൽസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ റീൽസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് വരുമ്പോൾ എനേബിൾ റീമിക്സിങ് എന്നുണ്ടാവും. അപ്പോൾ ഈ എനേബിൾ റീമിക്സിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ റീൽസ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീമിക്സിങ് എനേബിൾ ആയിട്ടാണ് വരിക, അതായത് ഡ്യൂറ്റ് എനേബിൾ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ എനേബിൾ റീമിക്സിങ് ഓഫാക്കി ഇടുകയാണെങ്കിൽ ഇത് ആർക്കും തന്നെ നമ്മൾ ഇനി ഭാവിയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന റീൽസ് ഒന്നും ആർക്കും തന്നെ ഡ്യൂറ്റ് ചെയ്യാൻ പറ്റില്ല, റീമിക്സ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് റീൽസ് അഡിക്റ്റ് അല്ലെങ്കിൽ റീൽസ് മാത്രം ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് തന്നെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.